ഹലോ ഗൈസ്, വെൽക്കം ടു മൈ അനദർ യൂട്യൂബ് വീഡിയോ. ഇന്ന് നമ്മൾ സ്വിഗ്ഗിയിലെ ഒരു ലേറ്റ് നൈറ്റാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഏകദേശം 7 മണിക്കൂർ പകൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ടാണ് ഇപ്പം ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യാൻ പോണത്. രാത്രി കാഴ്ചകളും കണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഓണാക്കിയിട്ടുണ്ട് ഡ്യൂട്ടി. നമുക്ക് ടാർഗറ്റ് അടിക്കാൻ ഇനി ഏകദേശം 218 രൂപയും കൂടി വേണം. അതിനു വേണ്ടിയാണ് 11 മണി മുതൽ ഒരു 1:30 മണി വരെയുള്ള ഡ്യൂട്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അതിനിടയിൽ നമുക്ക് 218 രൂപയും കൂടി ടാർഗറ്റിന് വേണം. എന്തായാലും നമുക്ക് മണക്കാട് ഭാഗത്തോട്ട് പോകാം. അവിടെയാണ് അത്യാവശ്യം ഓർഡർ ഉള്ളത്. എന്തായാലും നമുക്ക് ആദ്യത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് മണക്കാട് നിന്ന് അടിച്ചിട്ട് തിരുവല്ലത്തോട്ട് നിന്നാണ് 4 കിലോമീറ്ററോളം ഫസ്റ്റ് മൈലുണ്ട്. നഷ്ടമാണ് ചെറുതായിട്ട്, കാരണം കോവളത്തോട്ടാണ് അടിച്ചു വിട്ടത്. 4 കിലോമീറ്റർ ഫസ്റ്റ് മൈൽ അവിടെ നിന്ന് പിക്ക് ചെയ്ത് കോവളത്താണ് കൊടുക്കാനുള്ളത്. സംഭവം റിട്ടേൺ ബോണസ് ഇല്ല. ഏകദേശം 5 കിലോമീറ്ററിന് മുകളിൽ ഓരോ കിലോമീറ്ററിനും റിട്ടേൺ ബോണസാണ്. സാധാ കോവളത്തോട്ടൊക്കെ പോകുമ്പം 40-45 റിട്ടേൺ ബോണസ് കിട്ടുന്ന സ്ഥാനത്ത് ഇത് ആകെ 8 രൂപ റിട്ടേൺ ബോണസ് ഉള്ളൂ. ഫുൾ ടൈം ആയതിൻ്റെ പേരിൽ 4.5 മണിക്കൂറുള്ള ഒരു മേജർ പീക്കും 2.5 മണിക്കൂറുള്ള ഒരു മൈനർ പീക്കും നമ്മൾ എന്തായാലും കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അപ്പോൾ മൈനർ പീക്ക് എന്ന് പറയുമ്പം ഏകദേശം 5 എണ്ണം ഉണ്ട്. ഒന്ന് 5:30 മുതൽ 7 മണി വരെയുള്ള രാവിലത്തെ ഒരു പീക്ക് രാവിലെ, അത് നമ്മളെ കൊണ്ട് പറ്റൂല. 7 തൊട്ട് 10:30 വരെ ഒരെണ്ണം ഉണ്ട്. അതെടുക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയി 7 to 3:30 വരെ നിൽക്കേണ്ടി വരും. അതും നമ്മളെ കൊണ്ട് പറ്റൂല. പിന്നെ സ്നാക്ക് പീക്കുണ്ട് 4 തൊട്ട് 7:30 വരെ. അതും നമ്മളെ കൊണ്ട് പറ്റില്ല, കാരണം അതും കണ്ടിന്യൂറ്റി ഉണ്ട്. പിന്നെ ഉള്ളത് ഇതാണ്, ഈ ലേറ്റ് നൈറ്റുള്ള പീക്കാണ്. അതാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. 20 രൂപ ഏണിങ്സ് എക്സ്ട്രാ ഉണ്ട്. ലേറ്റ് നൈറ്റ് ചാർജ് എന്ന് പറഞ്ഞ് 20 രൂപ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ നമ്മൾ ലേറ്റ് നൈറ്റുള്ളതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫുഡ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കൊള്ളാം, കയറി എടുക്കുക, പോവുക, അത്ര തന്നെ. ഒരു 52-35. ഇവിടെ നിന്ന് കൊടുക്കാനുള്ളത് അഡ്രസ്സ് വെച്ചിരിക്കുന്നത് ഗ്രീൻ പെയിൻറ്റഡ് ബിൽഡിംഗ് ഓപ്പോസിറ്റ് ഒപ്പോളോ കലാസ്, ഫസ്റ്റ് ഫ്ലോർ. വെരിഫൈഡ് അഡ്രസ്സ് ആണെങ്കിൽ പിന്നെ നമുക്ക് പകുതി തലവേദന കുറഞ്ഞു. കാരണം വെരിഫൈഡ് അഡ്രസ്സ് ആണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും. നമ്മൾ പോയി ഫ്രണ്ടിൽ തന്നെ നിൽക്കും കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ്റെ. അതുകൊണ്ട് പേടിക്കണ്ട. ഏകദേശം ഇവിടെ നിന്ന് 6.1 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് റൈറ്റിലോട്ടാണ് പോവേണ്ടത്. ഇത് നമ്മൾ ഹൈവേ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, നമുക്ക് കോവളത്തോട്ട് തിരിയാൻ സമയമായി. ഇവിടെ നിന്ന് കറക്റ്റ് ഹവ ബീച്ചും കോവളത്തെ മെയിൻ ബീച്ചും 2 കിലോമീറ്ററാണുള്ളത്. കോവളത്തോട്ടുള്ള മെയിൻ റോഡാണിത്. കാടുകൾ ഇങ്ങോട്ട് ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും ആദ്യമൊക്കെ. ഇപ്പം എന്ത് പേടി. ഹലോ, സ്വിഗ്ഗി എന്നാണേ. मैं इधर आ गया. हाँ, लोकेशन में है. ऊपर आप नीचे आइए. रात ऊपर आ जा. രാത്രിയാണ് കളിക്കണം. ഓക്കെ, നമുക്ക് ആ ഓർഡറിന് 78 രൂപ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇനി ഏകദേശം 6 രൂപ റിട്ടേൺ ബോണസും കൂടി നമുക്ക് കിട്ടാറുണ്ട്. 8 രൂപ റിട്ടേൺ ബോണസും കൂടി കിട്ടാറുണ്ട്. അതിന് 5 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറയണത്. വേണ്ട, നമുക്ക് സോണിലോട്ട് തന്നെ പോകണതാണ് നല്ലത്. കാരണം ഇവിടെ നിന്ന് ഓർഡർ കിട്ടൂല. അതിന് പകരം 8 രൂപയ്ക്ക് വരെ ഒരു ഓർഡർ കിട്ടിയാൽ ലാഭം തന്നെയാണ്. നമുക്ക് ഇവിടെ നിന്ന് കാലിയടിച്ച്
ഒരു 7-8 കിലോമീറ്റർ കാലിയടിച്ച് പോകേണ്ടി വരും. ഏകദേശം 10 കിലോമീറ്റർ ഓട്ടിച്ചപ്പോഴേക്കും നമുക്ക് 81 രൂപ കിട്ടിയിട്ടുണ്ട്. ഹൈവേയിൽ കൂടി ആയതുകൊണ്ട് നമുക്ക് അറിയണില്ല ദൂരം. പിന്നെ ചാർജും ബാക്കിയുണ്ട്, 55% ഉണ്ട്. അതുകൊണ്ട് പേടിക്കുകയില്ല. നമുക്ക് ഓർഡറൊന്നും കിട്ടിയില്ല. റിട്ടേൺ ബോണസ് 5 മിനിറ്റിന് ശേഷം 8 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ചാക്കയിലോട്ട് തന്നെ പോകാം. മാൾ ഓഫ് ട്രാവൻകൂർ തന്നെയാണ് ഇനി പ്രതീക്ഷ ഉള്ളത്. കാരണം മാൾ ഓഫ് ട്രാവൻകൂറിൽ രാത്രി 1 മണി വരെ ബർഗർ കിങ് ഉണ്ട്. ബർഗർ കിങ്ങിൽ അത്യാവശ്യം നല്ല ഓർഡർ കിട്ടുന്ന സമയമാണ് രാത്രി 11 മണിക്ക് ശേഷം. വേറെ മാളിൽ തന്നെയാണ് മെയിൻ കേന്ദ്രം. രാത്രി ചിക്കിങ് 1 മണി വരെ ഉണ്ട്. 3:30 മണി വരെ കെവൻഡീസ് മിൽക്ക് ഷേക്ക് ഉണ്ട്. പിന്നെ വാവ് ചിക്കൻ, വാവ് ചൈന, വാവ് മോമോ 3ഉം 2 മണി വരെ ഉണ്ട്. അപ്പോൾ രാത്രി 11 മണിക്ക് ശേഷം മാളാണ് ഒരു സേഫ് സോൺ. അത്യാവശ്യം ഓർഡറൊക്കെ കിട്ടാൻ സാധ്യതയുള്ള അവിടെ നിന്നാണ്. നമുക്ക് കോളത്തോട്ട് അടിച്ചിരുന്നെങ്കിൽ നമുക്കൊരു 36 രൂപയും കൂടി അധികം കിട്ടിയേനെ. കാരണം റിട്ടേൺ ബോണസ് ലാസ്റ്റ് മൈൽ കിലോമീറ്റർ കൂടുതൽ ആയതുകൊണ്ട് റിട്ടേൺ ബോണസ് കിട്ടും. ഓരോ കിലോമീറ്റർ 5 കിലോമീറ്ററിന് മുകളിലുള്ള ഓരോ കിലോമീറ്ററിന് 6 രൂപ വെച്ച് കിട്ടും. ഇനി നമുക്ക് ടാർഗറ്റിനായിട്ട് വേണ്ടത് 140 രൂപ മതി. ഒരു 3 ഓർഡറും കൂടി കിട്ടിയാൽ മതി. കൂടുതലും ടാർഗറ്റ് 900 രൂപ അച്ചീവ് ചെയ്താൽ 300 രൂപ ഇൻസെൻറ്റീവ്. ഏകദേശം 9.5 മണിക്കൂർ വർക്ക് ചെയ്ത് 1200 രൂപ. തിരുവല്ലം ടോൾ ഏകദേശം ആ വഴി 1 കിലോമീറ്റർ കറങ്ങി പോകണമെങ്കിൽ ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല റോഡുമാണ്. നമ്മൾ ആ സാധനവും ആദ്യത്തെ ഓർഡറും കൊണ്ടുപോയത് ആ വഴിയായിരുന്നു. നമുക്ക് പിന്നെ ബൈക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല, ടോൾ കൊടുക്കണ്ട. ഓക്കെ ഗൈസ്, ഇതാ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് പോവുകയാണ്. ഇന്ന് നമ്മൾ ഓലയിൽ ഓടിയ കിലോമീറ്റർ നോക്കാം. 12 മണി കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആവും. ഏകദേശം 145.4 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 12:11:58 12 മണിയാകുമ്പോൾ അപ്ഡേറ്റ് ആവും. അപ്പോൾ ഇന്ന് നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയെന്ന് നോക്കാൻ പറ്റും. ഈഞ്ചക്കലിൽ ഓവർ ബ്രിഡ്ജിൻ്റെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബ്രിഡ്ജ് വരാനുള്ള പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓർഡർ മാളിൻ്റെ ഗ്രൗണ്ടിൽ തന്നെ വെയിറ്റ് ചെയ്യാം. ഓർഡർ അടിക്കട്ടെ. അത് പിക്ക് ചെയ്ത് പോവുകയാണ്. ശ്രീകാര്യത്തോട്ടാണ് ഓർഡർ അടിച്ചിരിക്കുന്നത്. ശ്രീകാര്യത്തിലിട്ട് പോകാം. ഇവിടെ നിന്ന് ഏകദേശം 9.1 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് നേരെ NH വഴി പോവാം. ഇന്നാകെ 2 ഓർഡറേ അടിച്ചിട്ടുള്ളൂ. കാരണം ഇന്ന് നല്ല ഓർഡർ കുറവാണ്. എല്ലാവർക്കും ഏർണിങ്സ് കുറവാണ്. കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് എന്തായാലും അത്യാവശ്യത്തിനുള്ള കിട്ടിയിട്ടുണ്ട്. 1200 കിട്ടിയില്ലെങ്കിൽ 1150 കിട്ടിയിട്ടുണ്ട്. സോ ഒരേപോലെ ഇരിക്കുമല്ലോ. ചില ദിവസം കൂടിയും കുറഞ്ഞും ഇരിക്കും. ചില ദിവസം നമുക്ക് 2000 വരെ കിട്ടിയ ദിവസങ്ങളുണ്ട്. ശനി ഞായറാണെങ്കിൽ ഞായറാഴ്ച നമുക്ക് എന്തായാലും 10 മണിക്കൂർ വർക്ക് ചെയ്താൽ 2000 രൂപ അടയ്ക്കും. അല്ല കിട്ടും. ദിവസങ്ങളിൽ നമ്മൾ വലിയ പ്രതീക്ഷയ്ക്ക് എങ്ങനെ പോയാലും 1000 രൂപ നമുക്ക് എന്തായാലും കിട്ടും. ഇത്രയും ഓർഡർ കുറവായിട്ട് ഒരു 1100 അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. ഇൻസെൻറ്റീവ് കിട്ടിയ 1200 രൂപ. ഓക്കെ. പട്ടികൾ രാത്രിയാകുമ്പോൾ പട്ടികളാണ് വൻ സീനാണ്. കയറോ വണ്ടി? ഓക്കെ. ഈ വഴി പോകാൻ ഒരു പ്രത്യേക ഒരു വൈബാണ് രാത്രി. ആദ്യമൊക്കെ വരുമ്പോൾ പേടിയായിരിക്കും, പിന്നെ അതൊരു വൈബായി മാറും. നല്ല ശാന്തമായ ഏരിയ, വീടുകൾ കുറവാണ്. ഇതേപോലെ ഒരുപാട് ഒഴിഞ്ഞ പറമ്പുകളേ ഉള്ളൂ ഇവിടെ. ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. ലെഫ്റ്റ് ഇത്തിരി ഡാർക്ക് ഏരിയ ആണ്. വലിയ പിടിച്ചൊന്നും ഇല്ലല്ലോ. നമുക്കിനി ഏകദേശം 400 മീറ്ററും കൂടിയേ ഉള്ളൂ. പക്ഷേ ഇതൊരു കാട് ഏരിയയാണ്. പക്ഷേ ലൊക്കേഷൻ ഭയങ്കര ഡാർക്കായിരിക്കണം. നമ്മളെ കണ്ട കേട്ടോ മോനെ, ഇതെന്തൊരു ലൊക്കേഷൻ ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. CT കോളേജ് തന്നെ.
ഓക്കെ, നമ്മൾ ലൊക്കേഷൻ ഏകദേശം എത്തി. കോളേജ് തന്നെ. ഇത് മറ്റേ മെൻസ് ഹോസ്റ്റലാണ്. CET കോളേജ്. എന്തൊരു കോളേജ്? CET മെൻസ് ഹോസ്റ്റൽ. കോൾ ചെറുക്കന്മാർക്കാണെങ്കിൽ ഉറക്കവുമില്ല. ഓക്കെ, ചെറുക്കോടുണ്ട്. ഓക്കെ, 86 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി 5 മിനിറ്റ് എന്നാൽ 30 രൂപ റിട്ടേണും കൂടി കിട്ടുന്നുണ്ട്. അമ്മേ, ഈ വഴി തന്നെ പോവാം. കൊള്ളാം, നല്ല വൈബുള്ള വഴി. ഇനി നമുക്ക് എന്തായാലും ഓഫ് ചെയ്യാൻ സമയമായി. ഇനി നിന്നിട്ട് കാര്യമില്ല. 1:30-ക്ക് ശനി അടിച്ച് നമുക്ക് 10-20 രൂപയും കൂടി ഉണ്ടെങ്കിൽ, ഒരു ഓർഡറും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു 75 രൂപയും കൂടി എക്സ്ട്രാ കിട്ടും. അത്ര തന്നെ. വേണ്ട, കുഴപ്പമില്ല. നാളെ നേടാം. ഇന്ന് പോയാൽ നമുക്കെന്തായാലും ഓർഡർ അടിച്ചില്ല. റിട്ടേൺ ബോണസ് 29 രൂപ തന്ന്. സാധാ ഓർഡറൊക്കെ തരണയാണ്. കാരണം ശരണ്യ മെസ്സ് അങ്ങനത്തെ നൈറ്റുള്ള കടകളൊക്കെ കൂടുതൽ കിഴക്കൂട്ടൻ സോണിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ ഏണിങ്സ് എത്രയെന്ന് വെച്ചാൽ 913 പ്ലസ് 225 ഇൻസെൻറ്റീവ്. 225 ഇൻസെൻറ്റീവ് വരുമ്പോൾ 1128 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് മൊത്തമായിട്ട് കിട്ടിയ ഏണിങ്സ് എന്ന് വെച്ചാൽ 1128 രൂപയാണ്. ഇതിൽ നമുക്ക് ചിലവായത്, വണ്ടി ഓട്ടിക്കാൻ ചിലവായത് 33 രൂപയാണ്. ഇലക്ട്രിക് വണ്ടി ഈ ഓലയിലാണ് നമ്മൾ ഓടിയത്. മൊത്തം ചിലവ് 33 രൂപയാണ്. ഈ 33 രൂപയുടെ കണക്ക് എവിടെ നിന്ന് വന്നെന്ന് വെച്ചാൽ, അതിൽ കറണ്ട് ബില്ല് വരുന്നതിൽ 1000 രൂപയാണ് വീട്ടിൽ കൂടുതൽ കൊടുക്കുന്നത്. അതിനാ 30 വെച്ച് ഡിവൈഡ് ചെയ്താൽ പെർ ഡേ 33 രൂപ. അപ്പോൾ ഇന്ന് ഓടിയത് 150 പ്ലസ് ഒരു 22 കിലോമീറ്ററും കൂടി 170 കിലോമീറ്റർ ഇന്ന് മൊത്തം ഓടിയതിന് ചിലവായത് 33 രൂപ മാത്രമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.